ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് യൂട്ടോട്ടി പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. യൂട്ടോട്ടിൽ എന്തായാലും നമ്മുടെ എംബാപ്പേന്റെ കാർഡിന്റെ ആ കാർഡ് എന്താണ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു യൂട്ടോട്ടി പ്ലെയറിനെ നമുക്ക് ഈ വീഡിയോയിൽ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കിട്ടുന്ന പ്ലേയേഴ്സിനെ നമുക്ക് ഈ വീഡിയോയിൽ പാക്ക് ചെയ്യുന്നുണ്ട്. പ്ലേയേഴ്സിന്റെ പേര് എന്താണ് ഞാൻ പറയുന്നത്, വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക. എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് പാക്കുകളും കുറെ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ കുറെ കിടലും പാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ 3 ഗെയിംസിന്റെ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് 3 ഗെയിംസിന്റെ പാക്കാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എംബാപ്പെ കമ്മിങ്, നോ. അർജന്റീനയാണ്. ഡിബാല റൈറ്റ് വിങ്. എന്റെ മോനെ ഗൈസ് മെസ്സി. ലെറ്റ്സ് ഗോ ഗൈസ്. മെസ്സിനെ കിട്ടിയിട്ടുണ്ട് 114ന്റെ ഫസ്റ്റ് പാക്ക് തന്നെ ഡബ്ല്യു കാർഡ് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ മെസ്സി ഗൈസ്. അങ്ങനെ എന്തായാലും നമുക്ക് മെസ്സിന്റെ 114ന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അണ്ണന്റെ കാർഡ് കൂടി കിട്ടിയ നൈസ് ആയി. ഹോണറബിൾ മെൻഷൻസിൽ അണ്ണന്റെ കാർഡ് വരുന്നുണ്ട്. ആ കാർഡ് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കണം. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലെന്തായാലും ഡെയിലി ഓഫർ എ എന്ന് പറഞ്ഞ പാക്ക് വിത്ത് ഒരു മാസ്ക്രാനും കിട്ടുന്നുണ്ട്. എന്തായാലും ക്ലെയിം ചെയ്യുക. ഇതിലെന്തായാലും കുറച്ച് വാല്യൂ ഉള്ള പ്ലേസിനെ കിട്ടിയാൽ നൈസ് ആയിരിക്കും. കുറച്ച് കോയിൻസ് ഉണ്ടാക്കായിരുന്നു. വാക്കൗട്ട്, നോ വാക്കൗട്ട് ഇല്ല. ഓക്കെ, 98ന്റെ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് വിത്ത് മാസ്ക്രാനോ. കുറച്ച് പ്ലേസും ഉണ്ട് അതിൽ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 20K ന്യൂ മാർക്കറ്റ് പിക്കാണ്. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഫ്രീ ട്രൈ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിലെന്തായാലും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒരു വാമപ്പിന് ചെയ്തതാണ്. ഓക്കെ, ഇതിലെന്തായാലും നമുക്ക് ലോ റേറ്റഡ് കാർഡ് എടുക്കാം. കാരണം നമുക്ക് അതിൽ നല്ലൊരു കാർഡ് കിട്ടാൻ ട്രിക്കാണ്. ഇത് ചെറിയൊരു ട്രിക്കാണ്. എന്തായാലും ചിലപ്പോൾ വർക്കാവും, നോക്കാം എന്തായാലും. ഓക്കെ, 20K മാർക്കറ്റ് പിക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ. എംബാപ്പെ വരട്ടെ. നോ. എംബാപ്പെ പോയിട്ട് ഉമ്പാപ്പ വരെ ഇല്ല ഇതിൽ. എന്തായാലും ഇപ്പോൾ ഇതിൽ 1-on-1ന്റെ ഗോഡിയോളിനെ തന്നെ എടുക്കാം. വേറെ ഓപ്ഷൻ ഇല്ല. അത്ര വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പോയിട്ട് ക്ലെയിം ചെയ്യാം എന്തായാലും. ഓക്കെ, ഇതിൽ കുറച്ച് മുമ്പ് കളിച്ചിട്ടുള്ള റിവാർഡ്സ് ഒക്കെ കളക്ട് ചെയ്യാനുണ്ട്. എല്ലാം ഒരുമിച്ച് എന്തായാലും കളക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ 6000 ജംസ് ഉണ്ട്. എന്തായാലും അത് യൂസ്ഫുൾ ആണ്. നമുക്ക് കുറച്ച് പാക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാം. ഗാർഡിയോളിന്റെ 37 മില്യൺ ഒക്കെ ഉണ്ട്. ബട്ട് വിറ്റ് പോകില്ല. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. വാല്യൂ കുറച്ചും കൂടി കുറവായിരുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ വിറ്റ് പോകില്ല. അത് ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ യൂട്ടോട്ടി സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് യൂട്ടോട്ടി ചലഞ്ച് 1 കംപ്ലീറ്റ് ആക്കിന്റെ റിവാർഡ് ക്ലെയിം ചെയ്യാണ്ട്. ഇത്ര വലിയ പാക്ക് ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയ പാക്കാണ്. നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. 91 തൊട്ട് 117 ആണ് ചാൻസ്. ആരെയും കിട്ടുമോ നോക്കാം. ട്രേഡ് ഔട്ട് പ്ലേയേഴ്സിനാണ് കിട്ടുക. എന്തായാലും വെർത്താവുന്ന ഒരു കാർഡ് കിട്ടിയാൽ നന്നായിരിക്കും. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാക്കൗട്ട്. ഓക്കെ, വാക്കൗട്ട് വന്നിട്ടുണ്ട്. നോ ആനിവേഴ്സറിന്റെ വാക്കൗട്ട് ആണ്. നോ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, ഗോൾ കീപ്പർ നോ. സ്ട്രൈക്കർ ആണ്. ഞാൻ വിചാരിച്ചു ബുഫന്റെ കാർഡാണെന്ന്. നോ. ഓക്കെ ഗൈസ്, എൻ്റെ അടുത്ത് എന്തായാലും 500 ടോട്ടി ഷാർട്സ് ആയിട്ടുണ്ട്. ഒരു 500 കൂടി കിട്ടിയാൽ നമുക്ക് എംബാപ്പേനെ എടുക്കാം. എംബാപ്പയ്ക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എംബാപ്പേന്റെ കാർഡ് തന്നെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു 500 ഷാർട്സ് ഉണ്ടാക്കാനുള്ള വകുപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ എടുക്കണം. പിന്നെ എംബാപ്പേന്റെ ഫാൻ ബോയ് ആയതുകൊണ്ട് മാത്രമല്ല ഗൈസ്, ആ കാർഡ് കിടലും സ്റ്റാറ്റ്സ് ആണ്. എൻ്റെ ഫോർമേഷന് പറ്റിയ ഒരു കാർഡാണ്. സ്ട്രൈക്കർ കാർഡ് കൂടിയാണ്. ലെഫ്റ്റ് വിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് എംബാപ്പേനെ കൺഫേം ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 500 ഷാർട്സ് വെച്ച് അണ്ണന്റെ കാർഡ് എടുക്കാം. ബട്ട് അണ്ണന്റെ ഹോണറബിൾ മെൻഷന്റെ കാർഡ് വരുന്നുണ്ട്. ആ കാർഡ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റില്ല തോന്നുന്നു. കാരണം കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാർഡാണ്. ഒരു 1500 ഷാർട്സ് ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പറ്റിയ നമ്മൾ എടുക്കും. നമുക്ക് എംബാപ്പയാണ് ടാർഗറ്റ്. എംബാപ്പയെ തന്നെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ എന്തായാലും നമ്മൾ എംബാപ്പയെ എടുക്കാൻ പറ്റും തോന്നുന്നു. എന്തായാലും എടുക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്തായാലും ടോട്ടി വീക്കെൻഡ് ചലഞ്ച് കളിച്ച് കംപ്ലീറ്റ് ആക്കാം. എന്തായാലും 99 തൊട്ട് 117 പ്ലെയറിനെ കിട്ടുന്നുണ്ട് ഫൈനൽ റിവാർഡായി. ഞാൻ എന്തായാലും ഈ 3 മാച്ചും പെട്ടെന്ന് തന്നെ കളിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് മാച്ച് 7 ഗോളൊക്കെ അടിച്ച് ജയിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മളെ റിവാർഡ് കിട്ടണം. നല്ല പ്ലെയറിനെ താടാ. എന്തായാലും എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. കാരണം എനിക്ക് ഒരിക്കലും ഇതിൽ നിന്ന് നല്ല കാർഡൊന്നും കിട്ടാറില്ല. എന്തായാലും നോക്കാം, ഏതെങ്കിലും ഒരു ദിവസം അടിച്ചാലോ ലക്ക്. കൺഗ്രാചുലേഷൻസ് വിന്നർ. ഗൈസ് വാക്കൗട്ട് പോലില്ല. ഓക്കെ നോ ഗൈസ്, നോ സീൻ. അണ്ണന്റെ കാർഡ് ഇതിലുണ്ട്, അത് കണ്ടാൽ മതി. ഓക്കെ, അണ്ണന്റെ കാർഡ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. അണ്ണന്റെ കാർഡ് ഏതായാലും ഇല്ല ഗൈസ്, കിട്ടിയാൽ മതി. ഗൈസ് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്ക് ടു പാക്ക് ഓപ്പണിങ്ങിനെ കിടക്കാം. ഞാൻ എന്റെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും 3 ഗെയിംസിന്റെ പാക്ക് ഓപ്പൺ ചെയ്തേക്കാം. ഇവിടുന്നെങ്കിലും നല്ല പ്ലേസിനെ കിട്ടും നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടോട്ടി വാക്കൗട്ട് ഇസ് കമ്മിങ്. ഓക്കെ, ഫ്ലാഗ് ഏതോ സ്പാനിഷ് ആണ്. ഏതോ മുമ്പിയ കാർഡാണോ? നോ. റൈറ്റ് വിങ് നിക്കോ വില്യംസ്. സോറി ഗൈസ്, യമാലിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ് 105ന്റെ. ലെറ്റ്സ് ഗോ ഗൈസ്. WW. ഞാൻ വിചാരിച്ചു നിക്കോ വില്യംസിനാണ്. സോറി, നിക്കോ വില്യംസ് റൈറ്റ് വിങ് അല്ല, ലെഫ്റ്റ് വിങ് ആണ്. പിന്നെ ബാർസലോണ കണ്ടപ്പോഴാണ് ഗൈസ് കത്തിയത്. യമാലിന്റെ കാർഡൊക്കെ ഇതിലുള്ളത് തന്നെ മറന്നുപോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ 2500 ജംസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. എന്തായാലും നമുക്ക് ഇവിടെ 2500 ജംസിന്റെ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പാക്കിൽ സാധാരണ എനിക്ക് വാക്കൗട്ടൊന്നും കിട്ടാറില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, വാക്കൗട്ട് ഉണ്ട്. വാക്കൗട്ട് ഉള്ളത് തന്നെ ആശ്വാസം. സ്പാനിഷ് ആണ്. റൈറ്റ് വിങ് യമാൽ അഗൈൻ. നോ. സീഡിയം സിറ്റി. ലെറ്റ്സ് ഗോ ഗൈസ്. റോഡ്രിയുടെ കാർഡ് കിട്ടിയിട്ടുണ്ട്. യൂട്ടോട്ടി പ്ലെയറിനെ നമുക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. അതിന് 2500 ജംസിന്റെ പാക്കിൽ നിന്ന് ഞാൻ ആരോ കേട്ടാ. ഓക്കെ, ശരി, നമുക്ക് ചങ്ങായിന്റെ സ്റ്റാർട്സ് ഒന്ന് എടുത്ത് നോക്കാം.
ഓക്കെ ഡിഫെൻഡിങ്ങിലൊക്കെ സെറ്റാണ് കാർഡ്. ഇത് CM ആയിട്ട് കളിക്കും, സെക്കൻഡറി പൊസിഷൻ CM ആണ്. ഓക്കെ ഗുഡ്. എനിക്ക് തോന്നുന്നു ഗൈസ് ഈ കാർഡ് ഒരു മിനി ഹുള്ളിറ്റ് കാർഡാണ്. എന്തായാലും അതുപോലെയൊക്കെ കളിക്കും തോന്നുന്നു, കാരണം ഗ്രൗണ്ട് മൊത്തം എത്തുന്നുണ്ട് ഇവൻ. പക്ഷേ ഗൈസ് ഇവന്മാർ മെയിൻ അക്കൗണ്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷാർട്സ് ആക്കിയിട്ട് എംബാപ്പേനെ പെട്ടെന്ന് തന്നെ എടുക്കാം. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ് കിട്ടിയത്, എന്നാലും കിട്ടി, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ അങ്ങനെ തേർഡ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. തേർഡ് അക്കൗണ്ടിൽ കൂടി നമുക്ക് ഒരു 3 ഗെയിംസിന്റെ പേക്ക് ഓപ്പൺ ചെയ്യാൻ. ഇത് തേർഡ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ അത്ര ഫോക്കസ് ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ പേക്ക് ഓപ്പൺ ചെയ്യാൻ മാത്രം കയറും. എന്തായാലും നമുക്ക് ഇവിടെ ആരും കിട്ടും നോക്കാം. നമ്മുടെ 2 അക്കൗണ്ടിൽ ലെക്ക് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തേർഡ് അക്കൗണ്ടിലും കൂടി ലെക്ക് അടിച്ചാൽ ഡബിളി ആയിരിക്കും. ലെറ്റ്സ് ഗോ. വാക്കൗട്ട് വന്നിട്ടുണ്ട്, നല്ല പ്ലെയറിനെ താടാ. EA സ്പോർട്സ് ഉണ്ട്. ഓക്കെ, സ്വിറ്റ്സർലാൻഡ് ആണ്. ഗോൾ കീപ്പർ നോ, CM ആണ്. ഓക്കെ, ഷാക്കാന്റെ കാർഡ് ഇട്ടിട്ടുണ്ട്. 1-on-3 ഉള്ള നമുക്ക് എന്തായാലും ടോട്ടി ഷാർട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഗൈസ് ഫൈനലി നമ്മുടെ മറഡോണന്റെ കാർഡ് ഗെയിമിലോട്ട് വരാൻ പോവാണ്. അതെന്തായാലും അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 20 അവർ പറഞ്ഞത്. എന്തായാലും ഷാർട്സ് വഴി തന്നെ നമുക്ക് ഇക്കാന്റെ കാർഡ് എടുക്കാൻ പറ്റും തോന്നുന്നു. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കിടിലൻ കാർഡ് ആയിരിക്കും, കിടിലൻ സ്റ്റാറ്റസ് ഒക്കെ ആയിരിക്കും. എല്ലാവർക്കും ആ കാർഡ് കിട്ടട്ടെ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും നമ്മൾ എംബാപ്പനെ ഇറക്കാൻ ശ്രമിക്കുന്നതാണ്. എന്റെ അടുത്ത് എന്തായാലും 2 ബില്യൺ പ്ലസ് കോയിൻസ് ഉണ്ട്. ഏത് പ്ലെയറിനെ വാങ്ങണം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കിടിലൻ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. യൂട്യൂബ് പ്ലേസിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കുക. പിന്നെ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങണം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ഒക്കെ ചെയ്യാം. FC മൊബൈലിൽ കിടിലൻ വീഡിയോസ് വരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ഗൈസ്.